IPLിന്റെ ഇതുവരെയുള്ള ചരിത്രത്തിൽ റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരുവിന്റെ മറ്റൊരു ക്യാപ്റ്റനും സാധിച്ചിട്ടില്ലാത്ത സ്വപ്ന നേട്ടത്തിന് കയ്യെത്തും ദൂരത്താണ് ഇപ്പോൾ രജത് പട്ടിദാർ. കന്നി ട്രോഫി എന്ന RCBയുടെ എക്കാലത്തെ വലിയ ലക്ഷ്യത്തിലേക്ക് ഇനി വെറും നിമിഷങ്ങൾ മാത്രമാണോ ബാക്കിയുള്ളതെന്ന് കണ്ടു തന്നെ അറിയണം. ഇത്തവണത്തെ IPLിൽ RCBയെ ഏറ്റവും ആദ്യം ഫൈനലിൽ എത്തിച്ചത് തലയെടുപ്പോടെ നിൽക്കുകയെന്ന പട്ടിദാർ എന്ന ക്യാപ്റ്റൻ തന്നെയാണ്. കഴിഞ്ഞ സീസണിലെ നായകൻ ഫാഫ് ഡുപ്ലസി RCB കൈവിട്ടപ്പോൾ പകരം ആര് ക്യാപ്റ്റനായി വരുമെന്നായിരുന്നു ആരാധകരുടെ മനസ്സിലുയർന്ന ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. തികച്ചും അപ്രതീക്ഷിതമായി പട്ടിദാറിനെ നായകനാക്കി പ്രഖ്യാപിച്ചപ്പോൾ ഭൂരിഭാഗം പേരും നെറ്റിച്ചുളിക്കുകയും ചെയ്തു. എന്നാൽ ടീമിനെ ഫൈനലിൽ എത്തിച്ച് അന്ന് സംശയിച്ചവരെല്ലാം പോലും വെറും 2.5 മാസം കൊണ്ട് തൻ്റെ ഫാനാക്കി മാറ്റുകയായിരുന്നു പട്ടിദാർ. ഈ സീസണിലെ ഏറ്റവും മികച്ച ക്യാപ്റ്റന്മാരുടെ നിരയിൽ ശ്രേയസ് അയ്യർ, ഹാർദിക് പാണ്ഡ്യ, ശുഭ്മാൻ ഗിൽ എന്നിവരെല്ലാം നമുക്ക് കാണാൻ സാധിക്കും. എന്നാൽ അവരെക്കാളെല്ലാം മുകളിൽ ഇത്തവണ ഏറ്റവും മികച്ച ക്യാപ്റ്റൻ എന്ന പട്ടിദാറിനെ നമുക്ക് വിളിക്കാൻ സാധിക്കും. ഇതിന്റെ കാരണങ്ങൾ എന്തൊക്കെയാണ്? റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരിനെ പോലെ IPLിൽ ഇത്രയും ആരാധക പിന്തുണയുള്ള ഒരു ഫ്രാഞ്ചൈസിയെ നയിക്കുമ്പോൾ ക്യാപ്റ്റൻ വളരെ കൂളായിരിക്കേണ്ടത് വളരെയധികം അത്യാവശ്യമാണ്. രജത് പട്ടിദാറിൽ നമ്മൾ കണ്ടതും ഈ ഒരു സവിശേഷത തന്നെയാണ്. മെഗാലയലത്തിന് മുമ്പ് വെറും 3 പേരെ മാത്രം നിലനിർത്തിയതിനാൽ RCBക്ക് ഒന്നിൽ നിന്നും തുടങ്ങേണ്ടത് അത്യാവശ്യമായിരുന്നു. മുമ്പ് പലപ്പോഴും ഇത്തരം സന്ദർഭങ്ങളിൽ ടീമിന് പാളുകയും ചെയ്തിട്ടുണ്ട്. എന്നാൽ വളരെ വേഗത്തിൽ തന്നെ RCBയെ നല്ല ഒത്തിണക്കമുള്ള ടീമായി മാറ്റിയെടുക്കാൻ പട്ടിദാറിന് സാധിച്ചു. താരങ്ങൾ തങ്ങളുടെ റോളുകൾ ഭംഗിയാക്കുകയും ചെയ്തതോടെ അദ്ദേഹത്തിന് കാര്യങ്ങൾ വളരെ എളുപ്പമാക്കി മാറ്റി. ഇതിന്റെ ക്രെഡിറ്റ് മുഴുവൻ പട്ടിദാർ എന്ന ബ്രില്യൻ ക്യാപ്റ്റന് അവകാശപ്പെട്ടതാണ് എന്നുള്ളതും സംശയമില്ല. IPL പോലുള്ള വലിയ ഫ്രാഞ്ചൈസി ലീഗിൽ മുഴുവൻ ടീമുകളുടെയും സാധ്യതകൾ തുല്യമാണെന്ന് തന്നെ നമുക്ക് കാണാൻ സാധിക്കും. കാരണം എല്ലാ ഫ്രാഞ്ചൈസികൾക്കും അവർക്ക് അനുവദിച്ച തുക തുല്യമാണ്. അതവർ നന്നായി എങ്ങനെ ഉപയോഗിച്ചിരുന്നു എന്നതായിരുന്നു കളിയിൽ കാണാൻ സാധിച്ചത്. കളിക്കാർ ഫോമിലാവുക എന്നത് ഒരു കാര്യം തന്നെയാണ്, പക്ഷേ അവരെ ഏറ്റവും നന്നായി എങ്ങനെ ഉപയോഗിക്കുന്നു എന്നതാണ് മറ്റൊരു കാര്യം. രജത് പട്ടിദാറിന് വളരെ നല്ലൊരു സ്ക്വാഡിനെ തന്നെയാണ് ഇത്തവണ ലഭിച്ചിരുന്നത്. പക്ഷേ അവരെ നന്നായി ഉപയോഗിക്കാനായില്ലെങ്കിൽ കാര്യമില്ല. എന്നാൽ പട്ടിദാർ തനിക്ക് ലഭിച്ച ടീമിനെ വളരെ മികച്ച രീതിയിൽ തന്നെ ഉപയോഗിച്ചിരുന്നു എന്നതിൽ സംശയമേ ഇല്ല. രജത് പട്ടിദാറിനെ ഈ സീസണിലെ ഏറ്റവും മികച്ച ക്യാപ്റ്റനാക്കി മാറ്റുന്ന മൂന്നാമത്തെ കാരണം എന്താണ്? പ്രതീക്ഷകളുടെ അമിതഭാരം ഉണ്ടായിരുന്നിട്ടും അവ തന്റെ തീരുമാനങ്ങളെ ബാധിക്കാതിരിക്കാൻ ശ്രദ്ധ പുലർത്തിയിരുന്നു എന്നതാണ്. ഓരോ സീസണിലും വലിയ പ്രതീക്ഷകളുമായാണ് റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂർ ഇറങ്ങാറുള്ളത്. ഇത്തവണയും അതിന് മാറ്റങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ആരാധകരുടെ ഈ അമിത പ്രതീക്ഷകൾ തന്റെ ക്യാപ്റ്റൻസിയെ ബാധിക്കാതിരിക്കാൻ പട്ടിദാർ പ്രത്യേകം ശ്രദ്ധിച്ചു. ഇത് കളിക്കളത്തിൽ വളരെ നന്നായി തീരുമാനമെടുക്കാനും അദ്ദേഹത്തെ സഹായിച്ചിരുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം. കളിക്കളത്തിന് പുറത്തുള്ള ബഹളങ്ങളൊന്നും പട്ടിദാറിനെ ഈ സീസണിൽ ഒരിക്കലും ബാധിച്ചിരുന്നില്ല. അദ്ദേഹത്തിന്റെ ശ്രദ്ധ മുഴുവൻ ടീമിൽ നിന്നും ഏറ്റവും മികച്ച പ്രകടനം എങ്ങനെ പുറത്തെടുക്കാം എന്നതായിരുന്നു. ഇതിൽ പട്ടിദാർ 100% വിജയിച്ചു എന്നതാണ് RCBയുടെ പ്രവേശനം തെളിയിക്കുന്നത്. എന്തായാലും ഇന്ന് നടക്കുന്ന കളിയിൽ ആര് കപ്പടിക്കും എന്നുള്ളതും കണ്ടു തന്നെ അറിയാം. എന്തായാലും നീണ്ട വർഷങ്ങളുടെ കാത്തിരിപ്പിന് ശേഷം RCB കപ്പിൽ മുത്തമിടണമെന്നതാണ് എല്ലാവരുടെയും ഒരു പ്രതീക്ഷ. എന്തായാലും കോഹ്ലിക്കും അതുപോലെ തന്നെ പട്ടിദാറിനും RCBക്കും ഇത് സാധിക്കുമോ എന്നുള്ളത് കണ്ടു തന്നെ അറിയാം.